വെൽക്കം ബാക്ക് ടു നൗർ ആൻഡ് മെഹർ. ഒമാനിൽ നിന്ന് റോഡ് മാർഗം സൗദി അറേബ്യ സന്ദർശിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ബഹ്റൈനിലേക്കാണ്. ബഹ്റൈനിലേക്കുള്ള ബോർഡർ ക്രോസിങ്ങിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. GCC റെസിഡൻസിന് വളരെ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ബഹ്റൈൻ. അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വിസ ഒന്നും എടുക്കേണ്ടതില്ല. ഓൺ അറൈവലാണ് വിസ. വളരെ പെട്ടെന്ന് തന്നെ വിസ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബഹ്റൈനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൗദി അറേബ്യയെ ബഹ്റൈനെ കൂട്ടിയോജിപ്പിക്കുന്ന 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽപ്പാലമാണിത്. ഈ കടൽപ്പാലത്തിൻ്റെ പേര് കിങ് ഫഹദ് കോസ്വേ എന്നാണ്. 1986 ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത കിങ് ഫഹദ് കോസ്വേ കടലിന് മുകളിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. ഈ പാലം സൗദി അറേബ്യയുമായുള്ള ബഹ്റൈൻ്റെ ബന്ധത്തിൻ്റെ ദൃഢത കൂട്ടുന്നു. GCC രാജ്യങ്ങളിൽ തന്നെ പടിഞ്ഞാറൻ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് ബഹ്റൈൻ. ഏകദേശം 30-ലധികം ദ്വീപുകളാണ് ഈ രാജ്യത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. മനാമയാണ് ഇതിൻ്റെ തലസ്ഥാനം. മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു ജില്ലേൻ്റെ വലുപ്പം മാത്രമേ ഈ കൊച്ചു രാജ്യത്തിനുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഇന്ത്യൻ രൂപയായിരുന്നു മുമ്പ് കാലങ്ങളിൽ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയുമായുള്ള സാംസ്കാരിക വാണിജ്യ ബന്ധവും ഈ രാജ്യത്തിനുണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നതാണ്. 18-19 നൂറ്റാണ്ടുകളിൽ ഇറാൻ്റെ ഭാഗമായിരുന്ന ഈ ദ്വീപ് സമൂഹം പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. ബ്രിട്ടൻ സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്ന് 1971 ഓഗസ്റ്റ് 15 ബഹ്റൈൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യം നേടുമ്പോൾ ഷെയ്ഖ് ഈസ ബിൻ സുലൈമാനായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി. നിലവിൽ ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവാണ് ഈ ബഹ്റൈൻ എന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബഹ്റൈനിലെത്തിയ ദിവസം ഡിസംബർ 31, 2024 ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 2025 പുതിയ വർഷം ആരംഭിക്കുകയാണ്. ബഹ്റൈൻ്റെ നഗരവീഥികളെല്ലാം വർണ്ണാഭമായി കഴിഞ്ഞിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ അലങ്കാരങ്ങളും വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷാരംഭം വ്യക്തിപരമായിട്ട് ഒരാഘോഷത്തിനോ അല്ലെങ്കിൽ അല്ല നമ്മൾ ചിലവഴിക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ, നമ്മളെ ആയുസ്സിൽ നമുക്ക് നിർണയിച്ചിട്ടുള്ള ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏട് നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കുകയും വരാനിരിക്കുന്ന ജീവിതത്തെ എത്ര മനോഹരമാക്കാൻ പറ്റും അത്രയും ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ പുതിയ വർഷവും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷത്തിലുപരിയായിക്കൊണ്ട് അർത്ഥവത്തായിട്ടുള്ള ആയുഷ്കാലത്തെ മുന്നോട്ട് നയിക്കാനാണ് നമ്മൾ ഓരോ പുതിയ വർഷത്തെയും ഉപയോഗപ്പെടുത്തേണ്ടത്. ഞങ്ങളങ്ങനെ നഗരവീഥികളിലൂടെ കാറോടിച്ചിങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഏകദേശം ഒരു 11:55 ആയപ്പോൾ ആളുകളെല്ലാവരും അവിടെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി അവിടെ തടിച്ചു കൂടിയത് കാണാൻ കഴിഞ്ഞു. ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തു. കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ഈ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്ര സ്നേഹികൾക്ക് പ്രിയമുള്ളതാണ് ഈ രാജ്യം. അതായത് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ 6-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച അറാദ് ഫോർട്ട് ആ പഴയ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തും. 1869 മുതൽ 1932 വരെ ബഹ്റൈനിൽ ഭരിച്ച ഷെയ്ഖ് ഈസ ബിൻ അലി അൽ ഖലീഫ പറന്നു വീണ റിഫായി പോർട്ടും 19-ാം നൂറ്റാണ്ടിലെ രാജകുടുംബത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിൽമൻ സംസ്കാരത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ബഹ്റൈൻ ഫോർട്ട് ഖില്ലത്ത് അൽ ബഹ്റൈൻ കാലം വരുത്തി വെച്ച പരിക്കുകൾ അതിജീവിച്ച് ഇപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നിലകൊള്ളുന്നുണ്ട്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കണ്ടു തീർക്കാമെന്നാണ് ഈ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത.
കാരണം നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലുപ്പം മാത്രമേ ഈ രാജ്യത്തിനുള്ളൂ. ബഹ്റൈനെ കുറിച്ച് പറയുമ്പോൾ ബഹ്റൈൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കുറച്ചുകൂടി ലിബറലാണ് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്നുള്ളതാണ്. പുതുവർഷം ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം, അതായത് പുതുവർഷത്തിൻ്റെ ദിനാരംഭം തന്നെ അവർക്ക് അവധിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ തലേന്ന് രാത്രി വൈകിട്ട് വരെ വലിയ ആഘോഷങ്ങളാണ് ആ രാത്രി ഈ നഗരവീഥികളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് രാവിലെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം റോഡുകളൊക്കെ കാലിയായിരുന്നു. യാത്ര ചെയ്യാനും അതേപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ കാണാനും യാതൊരു ബുദ്ധിമുട്ടോ ട്രാഫിക്കോ ഉണ്ടായിരുന്നില്ല. നിങ്ങളീ കാണുന്ന സ്ഥലം ബഹ്റൈൻ ബേ എന്നറിയപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും ഐക്കണായിട്ടുള്ള ഒരു സ്ഥലമാണ് ബഹ്റൈനിലേത്. പിന്നീട് ഞങ്ങൾ മനാമ സൂക്കിലേക്ക് പോയി. മനാമ സൂക്ക് ഒരു പഴയ കാലത്തിൻ്റെ പ്രതാപം നമുക്ക് കാണാൻ പറ്റും അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ പഴയ കാറുകളുടെ ഒരു കളക്ഷൻ കണ്ടു. ഈ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന കാറിൻ്റെ ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളൊക്കെ തന്നെ അതിൻ്റെ മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു മാർക്കറ്റ് നമുക്കൊരു ബഹ്റൈൻ്റെ ഒരു പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വളരെ തിരക്കേറിയ മാർക്കറ്റാണ്. ആളുകളെമ്പാടും വിദേശികളായിട്ടും സ്വദേശികളായിട്ടും ആ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവരുമൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനോടടുത്തായിട്ട് തന്നെ ഒരു ദായറത്തുൽ ബരീദ്, ഒരു പോസ്റ്റ് ഓഫീസ് മ്യൂസിയം കണ്ടു. ഞങ്ങൾ ഒന്ന് കയറി നോക്കിയപ്പോൾ അതിനകത്ത് ബഹ്റൈൻ രാജ്യത്തിൻ്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന ഒരുപാട് സ്ലൈഡുകളും മറ്റും കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന അവർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന തപാൽ പെട്ടികളുമൊക്കെ അതിൻ്റെ ഒരു ചരിത്രമായിട്ട് ഞങ്ങൾക്ക് ഒരു പെട്ടെന്ന് തന്നെ ഒന്ന് കയറി കണ്ടുപോന്നു. ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് പണ്ട് കാലത്ത് മുത്തുവാരലും മത്സ്യബന്ധനമൊക്കെ ആയിരുന്നു. എന്നാൽ 1932 കണ്ടെത്തിയ പെട്രോളിയമാണ് ഇപ്പോഴത്തെ പ്രധാന വരുമാന സ്രോതസ്സ്. ലോകത്തെ ഏറ്റവും മികച്ച എണ്ണ ശുദ്ധീകരണശാലയും ഇവിടെയുണ്ട്. രാജ്യത്തിൻ്റെ വിസ്തൃതിയും ജനസംഖ്യയും കണക്കിലെടുക്കുമ്പോൾ ആനുപാതികമായി ഏറ്റവും കൂടുതൽ എണ്ണ ഖനനം നടക്കുന്നത് ഇവിടെയായിരിക്കും.
അവസാനമായിട്ട് ബഹ്റൈനിൽ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലം ഇതാണ്. ബഹ്റൈനിലെ ഗ്രാൻഡ് മോസ്ക്, അൽ ഫത്തഹ് ഗ്രാൻഡ് മോസ്ക്. നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ഏതൊരാളെയും അമ്പരപ്പിക്കുന്നതാണ് ഈ ഗ്രാൻഡ് മോസ്ക്. അതിൻ്റെ അകത്തളത്തിലുള്ള കാഴ്ച നോക്കൂ, എത്ര മനോഹരമാണ്. ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെയുള്ള ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടായിട്ട് പ്രാർത്ഥിക്കുന്ന, നമസ്കരിക്കുന്ന കാഴ്ചകൾ അവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാൽ പോലും ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുന്നത്, പലപ്പോഴും മറ്റു മതസ്ഥരൊക്കെ പള്ളികൾ സന്ദർശിക്കാറ് അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം കാണാനായിരിക്കും. പക്ഷേ ഇവിടെ നിർമ്മാണ വൈദഗ്ധ്യം മാത്രമല്ല, അവിടെ എത്തുന്ന എല്ലാവർക്കും ഇസ്ലാമിനെക്കുറിച്ച് അറിയാനുള്ള സൗകര്യം ആ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന അറബി വേഷം ധരിച്ച ആളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോട് അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള അവിടുത്തെ ഇമാമാണ്. ഏതായിരുന്നാലും അൽ ഫത്തഹ് ഗ്രാൻഡ് മോസ്ക് വിശ്വാസികൾക്കും അതേപോലെ തന്നെ കാഴ്ചക്കാർക്കും വിദേശികൾക്കും മറ്റു മതസ്ഥർക്കും ഒക്കെ തന്നെ തണലും അഭയവും അതേപോലെ തന്നെ ആനന്ദവുമേകുന്ന ഒരു പ്രാർത്ഥനാഗേഹമാണ്. ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ തിരികെയുള്ള യാത്ര ആരംഭിച്ചു. അവസാനമായിട്ട് ഞങ്ങൾ സന്ദർശിച്ച സ്ഥലം അൽ ഫത്തഹ് ഗ്രാൻഡ് മോസ്ക് ആയിരുന്നു.